ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പവും വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ആദ്യം ആവശ്യത്തിന് മുട്ട, ഒരു 4-5 മുട്ട എടുത്ത് അതിലേക്ക് അത് ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് അതിൽ ഇടുക. നമ്മൾ ആദ്യമേ ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളയുന്ന സമയം ഈ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോട് മാറി വരുന്നതാണ്. മുട്ട നന്നായി കുക്കായതിന് ശേഷം അതിൻ്റെ തോട് മൊത്തം ഇളക്കി മാറ്റുക. അങ്ങനെ എല്ലാ മുട്ടകളുടെയും തോട് ഇളക്കി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ മുട്ട പകുതിയായി മുറിക്കുക. ഫുള്ള് മുറിക്കരുത്, ഒരു പകുതിയിൽ നിന്നും കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ പകുതി വരെയെങ്കിലും ഒന്ന് മുറിച്ച് വയ്ക്കുക. മുറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇടുക. എന്നിട്ടത് അടച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാ മുട്ടയിലും അതേപോലെ ചെയ്യാം. കുരുമുളക് വേണ്ട എന്നുള്ളവർക്ക് കുരുമുളക് ഇല്ലാതെയും ചെയ്യാവുന്നതാണ്. കുരുമുളക് ഇട്ടാൽ കുറച്ചും കൂടെ സ്വാദ് കൂടുതലായിരിക്കും. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ഗ്രാം ഫ്ലോർ ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിടുക. കടലമാവും പിന്നെ ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അസ്റ്റാഫോർ ഇടുക, കായം അതിടുക. എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളൊന്ന് നമ്മുടെ എല്ലാ ചില്ലിയും കായവും ഉപ്പും പിന്നെ കടലമാവും എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം വെള്ളം കുറച്ചൊഴിക്കാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഒരു മീഡിയം തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി വയ്ക്കുക. എന്നിട്ട് വേറൊരു ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലാണ് വേണ്ടത് അത് ഒരു 200 ml ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ മാവ് ഈ മുട്ടയായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് എടുക്കുക. ഈ സമയം മുട്ട മീൻസ് രണ്ടായി വിടർന്ന് പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും വിടർന്ന് പോകാതെ സൂക്ഷിച്ച് ഇടുക. അഥവാ വിടർന്ന് പോയാലും അതിൻ്റെ അകത്ത് കുറച്ച് മാവാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരുമിച്ചാക്കി എടുത്ത് ഇത് എണ്ണയിലേക്ക് ഇട്ടാലും മതി. എണ്ണയിലേക്ക് ഇട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ വിടർന്ന് പോവില്ല. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ട ഫുള്ള് കവറാവാതെയോ ഈ മാവ് ഫുള്ളൊന്ന് പിടിച്ച് വരാതെയോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണ ചെറുതായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. മീൻസ് ചെറിയ ഈ ഫ്രൈ ചെയ്യാൻ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിൽ വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും എടുക്കാം. ഇത്രയുള്ള നമ്മുടെ വളരെ എളുപ്പമായിട്ടുള്ള മുട്ട ബജി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ബി അവർ ഗസ്റ്റ്. താങ്ക് യു.